ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. ന്യായമായ നിരക്കിൽ മികച്ച ചികിത്സ നൽകുന്നതിലൂടെ ഇന്ത്യയെ ലോകത്തിലെ മികച്ച ആരോഗ്യ സംരക്ഷണ കേന്ദ്രമായി മാറ്റാൻ എയിംസിന് കഴിഞ്ഞതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. എയിംസ് ഭുവനേശ്വറിന്റെ 5ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. വിവിധ പകർച്ചവ്യാധികളിൽ നിന്നുള്ള വെല്ലുവിളികളെ വിജയകരമായി നേരിടുന്നതിൽ രാജ്യത്തെ മെഡിക്കൽ ഗവേഷകരുടെ പങ്കിനെ ശ്രീമതി മുർമു പ്രശംസിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകിട്ടാണ് രാഷ്ട്രപതി ഒഡീഷയിലെത്തിയത്. ഇന്ത്യ ചൈന ബന്ധത്തിൽ മികച്ച പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബീജിംഗിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിക്കാൻ സഹകരിച്ച ചൈനയ്ക്ക് വിദേശകാര്യമന്ത്രി നന്ദി പറഞ്ഞു. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഉൾപ്പെടെ 4 പേരടങ്ങുന്ന ആക്സിയം 4 ദൌത്യ സംഘത്തിന്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. നാളെ വൈകുന്നേരം 3 മണിയോടെ പേടകം ശാന്തസമുദ്രത്തിൽ സ്പ്ലാഷ് ലാൻഡിംഗ് നടത്തും. 18 ദിവസത്തെ ബഹിരാകാശ വാസത്തിനിടെ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രത്യേകമായി 7 പരീക്ഷണങ്ങൾ ശുഭാംശു ശുക്ല നടത്തി. ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ഉപരോധം ഏർപ്പെടുത്തിയാൽ ഉചിതമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബാഗായി ടെഹ്റാനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആണവ പ്രവർത്തനങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന E3 രാജ്യങ്ങളുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ഇറാന്റെ പ്രതികരണം. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി വികസിത് ഗ്രാമം എന്ന ലക്ഷ്യം നിറവേറണമെന്ന് കേന്ദ്ര സഹമന്ത്രി പെമ്മസാനി ചന്ദ്രശേഖർ. ന്യൂഡൽഹിയിൽ ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ അവലോകന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമങ്ങളിൽ ഓരോ കുടുംബത്തിനും അടിസ്ഥാന സൌകര്യങ്ങൾ, ഗുണനിലവാരമുള്ള റോഡുകൾ, യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയവ ഉറപ്പാക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. പാലക്കാട് നിപ റിപ്പോർട്ട് ചെയ്ത 2ാമത്തെ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ 112 പേർ ഉൾപ്പെട്ടതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതോടെ വിവിധ ജില്ലകളിലായി നിപ സമ്പർക്ക പട്ടികയിൽ ആകെ 609 പേരാണ് ഉള്ളത്. ആരോഗ്യവകുപ്പിന്റെ വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചു. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് വീടുകളിലും സ്ഥാപനങ്ങളിലുമുള്ള ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ വഴി ശേഖരിക്കുന്നതിനുള്ള പ്രത്യേക പരിപാടി നാളെ ആരംഭിക്കും. ആദ്യഘട്ടമായി നഗരസഭകളിലാണ് പരിപാടിക്ക് തുടക്കമാവുക. നെയ്യാറ്റിൻകര അമരവിളയിൽ മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. IT റിട്ടേണുകളിലെ വ്യാജ ക്ലെയിമുകൾ കണ്ടെത്തുന്നത് ലക്ഷ്യമിട്ട് ആദായനികുതി വകുപ്പ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള പരിശോധനകൾ ആരംഭിച്ചു. അർഹതയില്ലാത്ത ഇളവുകൾ, കിഴിവുകൾ എന്നിവയടക്കം റിട്ടേണുകൾ ഫയൽ ചെയ്യുന്ന റാക്കറ്റുകളെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ജീപ്പ് സഫാരി, ഓഫ് റോഡ് പ്രവർത്തനങ്ങൾ എന്നിവ മറ്റന്നാൾ മുതൽ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കും. ഇടുക്കി ദേവികുളം സബ് ഡിവിഷന് കീഴിലുള്ള 9 റൂട്ടുകൾക്കാണ് പ്രവർത്തനങ്ങൾ തുടരുന്നതിന് ജില്ലാ കളക്ടർ അനുമതി നൽകിയത്. ഈ മാസം 5 മുതലാണ് ജീപ്പ് സഫാരിക്കും ഓഫ് റോഡ് പ്രവർത്തനങ്ങൾക്കും ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കേന്ദ്ര ബഹിരാകാശ വകുപ്പിന് കീഴിൽ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ജോലി വാഗ്ദാനം ചെയ്യുന്ന വ്യാജ തൊഴിൽ റാക്കറ്റുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് VSSC മുന്നറിയിപ്പ് നൽകി. നിയമനത്തിനായി ഏതെങ്കിലും ഏജന്റുമാരെയോ ഏജൻസികളെയോ അധികാരപ്പെടുത്തിയിട്ടില്ലെന്നും ഒഴിവുകൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് VSSCയുടെയും ISROയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകളായ vssc.gov.in, isro.gov.in എന്നിവ സന്ദർശിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്നും വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകി. വയനാട് മഡ് ഫെസ്റ്റ് സീസൺ 3 സമാപന സമ്മേളനം നാളെ വൈകിട്ട് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്യും. മൺസൂൺ കാല വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ മാസം 17-ന് 50 പേർക്കായി ചീങ്ങേരിയിലേക്ക് നടത്തുന്ന ട്രെക്കിംഗോടുകൂടിയാണ് ഫെസ്റ്റ് അവസാനിക്കുക. കൊല്ലം കേരളപുരം സ്വദേശി വിഭജികയെയും കുഞ്ഞിനെയും ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുണ്ടറ പോലീസ് കേസെടുത്തു. ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഭർത്താവ് നിതീഷിനും വീട്ടുകാർക്കുമെതിരെ കേസെടുത്തത്. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തകർച്ച. 4 വിക്കറ്റിന് 58 റൺ എന്ന നിലയിൽ അവസാന ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 9 വിക്കറ്റിന് 162 റൺ എന്ന നിലയിലാണ്. 5 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പര നിലവിൽ 1-1 സമനിലയിലാണ്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.